ഹായ് ഹലോ കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വൈറ്റമിൻ സിയുടെ കലവറയായ നെല്ലിക്ക കൊണ്ട് നമുക്കിന്ന് ഒരു അടിപൊളി ലേഹ്യം ഉണ്ടാക്കാം. ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയുമായ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന നീർക്കെട്ട് തടയാനും ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും സഹായിക്കുന്നതാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കാനും മുഖത്തെ കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അതിൽ ഒരുപാട് കൊളാജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്കിൻ ചുളിവുകൾ കുറയ്ക്കാൻ നെല്ലിക്ക വളരെയധികം സഹായിക്കും. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ലിവറിനെ ശുദ്ധീകരിക്കാനും ഇത് അത്യുത്തമമാണ്. മുടി വളരാനും ബ്രെയിൻ ഹെൽത്ത് കൂട്ടാനും വളരെയധികം സഹായിക്കും. അപ്പം നമുക്ക് നമ്മുടെ ലേഹ്യത്തിലേക്ക് പോയാലോ. ഒരു 400 ഗ്രാം വരുന്ന നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് ഒന്ന് ആവി കയറ്റാൻ ഒരു 10 മിനിറ്റ് വയ്ക്കാം. നെല്ലിക്ക എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ചില നെല്ലിക്കയ്ക്ക് കമർപ്പ് കൂടുതലായിരിക്കും. അപ്പം കമർപ്പ് കൂടുതലുള്ള നെല്ലിക്കയ്ക്ക് നമ്മൾ ഇതിനകത്ത് നമ്മൾ ശർക്കര ചേർക്കുന്നതിൻ്റെ അളവ് ശകലം കൂട്ടി വേണം എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ നെല്ലിക്കയുടെ ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. ജസ്റ്റ് നമ്മളിത് കണ്ടോ, ഞാൻ ഈ സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താന്ന് വരുന്നത്, അതാണ് പരുവം. ഇതിങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലെടുക്കുമ്പം ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം ഒത്തിരി അങ്ങ് പൊട്ടിവിടുന്നില്ല, ജസ്റ്റ് ആ കുരുവിൽ നിന്നൊന്ന് അടർന്ന് വരുന്ന അവസ്ഥ, അത് മതി നമുക്ക്. അപ്പം നമ്മളിതെല്ലാം നമ്മുടെ ഈ നെല്ലിക്ക നമുക്കൊന്ന് പതിയെ തണുത്തതിന് ശേഷം അടർത്തിയെടുക്കുക. ഇത് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതും ഈ നെല്ലിക്ക അടർത്തിയതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഒരു വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട, അല്ലാതെ കുറേശ്ശെ അരച്ചെടുത്താൽ മതി. നമ്മൾ വെള്ളം ഇതിനകത്ത് ഒരുപാട് ചേർക്കേണ്ടതില്ല. അപ്പം നമ്മൾ ഈ നെല്ലിക്കയും ഇഞ്ചിയും കൂടെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാമോളം അളവിലുള്ള ശർക്കരയാണ് എടുക്കുന്നത്. നെല്ലിക്കയ്ക്ക് കമർപ്പ് കൂടുതലാണെങ്കിൽ ശകലവും കൂടെ ശർക്കരയുടെ അളവ് കൂട്ടിയാൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയും ഇഞ്ചിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ശർക്കരയിലേക്ക് ചെറിയ ഫ്ലെയിം ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഒത്തിരി തീ കൂട്ടി എടുക്കരുത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൈയെടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ക്ഷമയോടുകൂടി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം നെല്ലിക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ രുചികരമായിരിക്കും. അവരത് കഴിക്കുകയും ചെയ്യും. സ്കിൻ ഇൻഫെക്ഷന് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സ്കിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടല്ലോ, അതിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഈ നെല്ലിക്ക വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഡ് കൊളസ്ട്രോളും ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കുറയ്ക്കാനും നെല്ലിക്ക കഴിക്കുന്നതിന് മൂലം വെയിറ്റ് ലോസിനും പോലും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ കൊഴുപ്പിലലിയിക്കുന്ന വൈറ്റമിനുകളും വെള്ളത്തിലലിയിക്കുന്ന വൈറ്റമിനുകളും ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അയൺ വലിച്ചെടുക്കാൻ ഈ വൈറ്റമിൻ സി വളരെയധികം അത്യാവശ്യമാണ്. അപ്പം നെല്ലിക്ക കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി ഏകദേശം ഇതിനകത്തുള്ള വെള്ളമൊക്കെ പറ്റി ഈ പരുവായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ ഏലക്കാപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർക്കണം. നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ, എങ്കിലേ നമുക്കത് കണക്ക് പരുവത്തിൽ വരത്തുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇത്തിരിയൊക്കെ ഇത് നമ്മൾ മിക്സിക്കകത്ത് വെള്ളം ഒഴിച്ചാൽ ഇത് ശരിക്കും അരഞ്ഞു കിട്ടും. പക്ഷേ വെള്ളം ഒഴിക്കാൻ നമ്മൾ അടിച്ചെടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയായിട്ട് ഞാൻ അരിഞ്ഞിട്ട ഇഞ്ചി കഷ്ണങ്ങളും നെല്ലിക്കയുടെ കിടപ്പുണ്ട്. അത് തവി കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഉടച്ച് കൊടുക്കണം. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് വെള്ളം പറ്റി വരുമ്പോൾ ആയിക്കോളും. പിന്നെ ഇപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 20 മിനിറ്റോളം നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു പരുവത്തിൽ ആ വെള്ളം പറ്റി, കാരണം നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകും. ഇപ്പം നമ്മളിതിൽ നെയ്യൊന്നും ചേർക്കാതെയാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇതിൽ നെയ്യ് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. വണ്ണമൊക്കെ വയ്ക്കാനൊക്കെ ഉള്ളവർക്ക് നെയ്യ് ചേർക്കാം. ഇതിപ്പോൾ അല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊരു 2-3 ആഴ്ചയോളം വെളിയിൽ നല്ല ഉണങ്ങിയ ചില്ലുകുപ്പിക്കകത്തിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ 1 ടീസ്പൂൺ വരുന്ന ഏലക്കാപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് എന്തെങ്കിലും ഒരു സീഡിന് ചേർക്കാൻ കുഴപ്പമില്ല. ഞാനിതിലേക്ക് ഒരു 3/4 കപ്പോളം വരുന്ന കശുവണ്ടിയും പിന്നെ 1 ടീസ്പൂണോളം കറുത്ത എള്ളുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പംകിൻ സീഡോ പിന്നെ സൺഫ്ലവർ സീഡോ ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ചേർക്കുന്നതെങ്കിൽ ചേർക്കാൻ, അത് ഓപ്ഷനാണ് തികച്ചും. നമുക്കിവിടെ കാഷ്നട്ട്
ചേർത്തിട്ടും പിന്നെ ഇത്തിരി കറുത്തയെള്ളും കൂടെ ഞാൻ ചേർത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ നമ്മുടെ ഇപ്പം ഇത് പരുവമായി വന്നിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്ക ലേഹ്യത്തിൻ്റെ പരുവം ഇതാണ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കുക. അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ചെയ്യാൻ. പിന്നെ ചട്ടിയിൽ ചെയ്തതുകൊണ്ട് അതിൽ ചൂട് നിൽക്കും. അതുകൊണ്ട് അത് ഇളക്കി ഇത് കണ്ട് നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ലേഹ്യം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും കഴിച്ച് നോക്കണം കേട്ടോ.